നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്ന് ഇവള് കാണിച്ച ഉത്തരവാദിത്വ കുറവിനുള്ള ശിക്ഷ ഇവൾ അനുഭവിച്ചേ മതിയാവും. ഇന്നു മുതൽ ഈ വീട്ടിൽ ഞാൻ പറയുന്ന സകല ജോലികളും എന്നെ അനുസരിച്ച് ഇവള് ചെയ്യണം. അത് നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. അല്ല, റഷ്യയൊന്നും പറഞ്ഞില്ലല്ലോ. ദേവി ചേച്ചിക്ക് അനീഷയുടെ കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് വിശ്വാസമുണ്ട്. അനീഷേട്ടൻ ഇനി മര്യാദയ്ക്ക് ജോലി എടുത്തോളൂ. എങ്കിൽ അച്ഛനോട് സംസാരിച്ച് വേണ്ടതുപോലെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം. എന്നാ നീ ചെന്ന് എനിക്ക് ചായ എടുക്ക്. ശരി ഏട്ടാ, ഞാൻ പിന്നെ വിളിക്കാം. മോൻ തനിച്ചാണോ പന്ത് കളിക്കുന്നത്? ഞാൻ മാത്രമേ ഉള്ളൂ. എന്താ എന്നാ ഇളയമ്മയും കൂടെ കൂടട്ടെ? കുടിക്കാം. അപ്പൊ നമുക്ക് ഒരുമിച്ച് പന്ത് കളിക്കാലോ. ശരി, മോൻ പന്തറിഞ്ഞേ, ഞാൻ പിടിക്കാം. മോൻ ഇനി ഇവിടെ തന്നെ നിക്കണം. ഇവിടുന്ന് അനങ്ങാൻ പാടില്ല കേട്ടോ. ഞാൻ മേളിലോട്ട് ചെല്ലാം. അപ്പോ മോൻ ഇളയമ്മയ്ക്ക് പന്തെറിഞ്ഞു തരണം. ഇളയമ്മ മോളിൽ നിന്ന് തിരിച്ചെറിഞ്ഞു തരാൻ പന്ത്. മോൻ താഴെ ഇവിടെ നിന്ന് പന്ത് പിടിക്കണം. ഓക്കെ? ഓക്കെ. കുട്ടാ, കുട്ടാ എന്തു പറ്റി? കുട്ടാ എന്തു പറ്റി? എന്തു പറ്റി? എന്തെങ്കിലും പറ്റിയോ? എന്താ? മോളീന്ന് ചട്ടി വീണതാ. അയ്യോ, അതെ. പുറത്ത് വീണോ? എന്നിട്ട് കുഴപ്പമില്ലല്ലോ. എന്നാലും മോളീന്ന് ചട്ടി വീണല്ലോ. ഓക്കെ അല്ലേ? വാ. വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കിലും സിദ്ധുവിന് പറ്റേണ്ടത് പറ്റി. ഇപ്പൊ തന്നെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് മുത്തശ്ശി അറിയിക്കണം. ബാക്കി കാര്യം മുത്തശ്ശി നോക്കിക്കൊള്ളും.
എടി, നീ എന്താ ഈ കാണിച്ചത്? നിന്റെ അശ്രദ്ധ കാരണം കുട്ടൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്ന സ്ഥിതി? മുത്തശ്ശി, ഞാനൊന്നും ചെയ്തിട്ടില്ല. ആ ചെടിച്ചട്ടി എങ്ങനെയോ കൈതട്ടി താഴേക്ക് വീണതാ. അത് കുട്ടന്റെ ദേഹത്തൊന്നും വീണിട്ടില്ല. മുത്തശ്ശി, എനിക്കൊന്നും പറ്റിയതുമില്ല. ചെടിച്ചട്ടി മോളിന്ന് ഇങ്ങനെ വന്നപ്പോ തന്നെ ഞാൻ മാറി. പക്ഷെ ഞാൻ ഒന്ന് കാല് തട്ടി വീണു. അപ്പഴാ മാലാഖ ഓടി വന്നെന്നെ രക്ഷിച്ചേ, അറിയോ? അതല്ലല്ലോ ഞാൻ അറിഞ്ഞത്. സിദ്ധുവിന് ആപത്തൊന്നും വരാതെ നോക്കാമെന്ന് നീ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നതല്ലാതെ നിന്റെ പ്രവൃത്തിയിൽ ഞാനതൊന്നും കാണുന്നില്ലല്ലോ. മുത്തശ്ശി, ഞാൻ എപ്പോഴും കുട്ടനെ ആപത്തിൽ നിന്ന് രക്ഷിക്കാനേ ശ്രമിക്കൂ. ഇതറിയാതെ സംഭവിച്ചു പോയതാ. സിദ്ധുവിന്റെ പഴയ മരുന്നുകൾ എടുത്തു കളയുമ്പോഴും നീ പറഞ്ഞത് കുട്ടനെ രക്ഷിക്കാൻ വേണ്ടിയെന്നായിരുന്നല്ലോ. പക്ഷേ സത്യത്തിൽ നീ ചെയ്യുന്നത് നിന്റെ അച്ഛന്റെ മരണത്തിന്റെ പേരിൽ എന്റെ കൊച്ചുമകനോടുള്ള പ്രതികാരം തീർക്കലായിരുന്നു. അവനെ കൊലയ്ക്ക് കൊടുക്കാനാണോ നീ ശ്രമിക്കുന്നത്? എന്റെ മുത്തശ്ശി, ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ മുത്തശ്ശി പറയുന്നത്. നിന്റെ വേഷം കെട്ടലൊന്നും എന്നോട് വേണ്ട. നിനക്ക് നിന്റെ അച്ഛന്റെ ജീവന് പകരം എന്റെ കുട്ടന്റെ ജീവൻ എടുക്കണം. അതിനുവേണ്ടിയല്ലേ സ്വന്തം അമ്മ കൂടെ വരാൻ പറഞ്ഞിട്ട് പോലും അതനുസരിക്കാതെ മനസ്സിൽ വൈരാഗ്യത്തോടെ നീ ഇവിടെ തന്നെ നിൽക്കുന്നത്? ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ മുത്തശ്ശി ഇങ്ങനെ വേദനിപ്പിക്കരുത്. ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടെ ചെയ്യുന്നതല്ല സൽക്കർമ്മങ്ങളാണെന്നല്ലേ നീ അവകാശപ്പെടുന്നത്? അമ്മേ, അമ്മ ദേവികയെ പറയാൻ അനുവദിക്കണം. സ്വന്തം ജീവൻ പോലും അപകടത്തിൽപ്പെടുത്തി പലതവണ സിദ്ധുവിനെ ദേവിക രക്ഷിച്ചൊന്നും അമ്മ മറന്നുപോകരുത്. സിദ്ധുവിനെ രക്ഷിക്കുക, അവന്റെ അസുഖം ഭേദമാക്കുക, അതാണ് ദേവികയുടെ ലക്ഷ്യം തന്നെ. അതിവള് നിരവധി തവണ തെളിയിച്ചതുവാ. സിദ്ധുവാണ് ദേവികയുടെ പ്രാണൻ. അതുകൊണ്ട് അമ്മ ഒരിക്കലും ദേവിക ഇങ്ങനെ ക്രൂരമായി കുറ്റപ്പെടുത്തരുത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതല്ലാതെ മറ്റേത് രീതിയിലാ അവള് സിദ്ധുവിനോടുള്ള ആത്മാർത്ഥത തെളിയിക്കേണ്ടത്? അമ്മ തന്നെ അത് പറയ്. പറ അമ്മേ. ജാനകി, നീ അന്ധമായി ദേവികയെ വിശ്വസിക്കുന്നതുകൊണ്ടാ ഇവള് ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്ന് നീ ഇവളെ രക്ഷപ്പെടുത്തുന്നത്. പക്ഷേ ഇന്ന് ഇവള് കാണിച്ച ഉത്തരവാദിത്വ കുറവിനുള്ള ശിക്ഷ ഇവൾ അനുഭവിച്ചേ മതിയാവും. ഇന്നു മുതൽ ഈ വീട്ടിൽ ഞാൻ പറയുന്ന സകല ജോലികളും എന്നെ അനുസരിച്ച് ഇവള് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ ഇവൾക്ക് സിദ്ധുവിനോടും ഈ കുടുംബത്തോടും ആത്മാർത്ഥതയില്ലെന്നർത്ഥം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.